രാഹുലിനെതിരെ കടുപ്പിച്ചിരിക്കുകയാണ് വനിതാ നേതാക്കൾ. രാഹുലിനെ പുറത്താക്കണമെന്നുറച്ച് ഷാനിമോൾ ഉസ്മാനും ഷമാ മുഹമ്മദും പ്രതികരിച്ചു. നട്ടെല്ലും നിലപാടുമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് രാഹുൽ പുറത്തു വരണമെന്നാണ് ഷമാ മുഹമ്മദ് പറഞ്ഞത്. ഒരു ഘട്ടത്തിലും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിച്ചിട്ടില്ലെന്നാണ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചത്. കേൾക്കാം. നടപടികളെ സംബന്ധിച്ച് ആലോചനയിലൂടെ മാത്രമേ കോൺഗ്രസിന് ഒരു തീരുമാനത്തിലെത്തൂ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നെ പോലെയുള്ളവർക്കുള്ളത്. അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനം ഉടൻ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഈ വിഷയത്തിൽ തന്നെ മാതൃകാപരമായ നിലപാടാണ് ആദ്യഘട്ടം തൊട്ട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. ഇനിയും ഉചിതമായ രീതിയിൽ അത്തരം നിലപാട് പാർട്ടി എടുക്കും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ കോൺഗ്രസിന് അദ്ദേഹത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ധാർമ്മികതയില്ല. അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇതുപോലെ സമാനമായ അതിലേറെ ഒരുപാട് ആരോപണങ്ങളുള്ള MLA ചുമന്ന് CPM നടക്കുകയാണ് എന്ന മറുവശം കൂടി നമ്മൾ ആലോചിക്കണം. ഒരിടത്തും ഒരു കോൺഗ്രസ് നേതാവും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കുറ്റാരോപിതരെ സഹായിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രതിരോധത്തിലാകേണ്ട കാര്യവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇപ്പോൾ സജീവമായി ചർച്ചയിൽ നിൽക്കുകയാണ്. കോൺഗ്രസിന് എതിരെയൊക്കെ വലിയ തരത്തിലുള്ള ആക്രമണമൊക്കെ തുടരുകയും ചെയ്തു. നമുക്കിപ്പോൾ ഷമാ മുഹമ്മദാണ്. ഈ വിഷയം ഇപ്പോഴും കോൺഗ്രസിനെ വലിയ ആയുധമാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്? എന്താണ് ഇപ്പോൾ നിലപാട്? അല്ല, കോൺഗ്രസ് വേറെ പാർട്ടിൻ്റെ പോലെയല്ല. അത് CPM ആയാലും BJP ആയാലും ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യം വന്നതിൻ്റെ ശേഷം ആദ്യം ഒരു പോലീസ് FIR കൂടി ഉണ്ടാകാത്ത സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് മാറ്റിയിരിക്കുക. അപ്പോൾ അതെല്ലാം എടുത്തു. ആ നടപടിയെല്ലാം പാർട്ടി എടുത്തു. അപ്പം നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല ശക്തമായിട്ടുള്ള നടപടി എടുത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഇപ്പം പരാതി വന്നേരം PCC പ്രസിഡന്റ് അടുത്താ വന്ന് PCC പ്രസിഡന്റ് നേരെ DGPൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവിധ ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്ത് കോൺഗ്രസിന്റെ ഭാഗമാണ് തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. രാഹുലിന് ആ നടപടികൾ മാത്രം മതിയായിരുന്നു. അല്ല, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എൻ്റെ ഇതിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞ സമയത്ത് ഈ വിഷയം വന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരപരാധിയ, അവർ FIR ഇടട്ടെ, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ചോദ്യം ചെയ്യട്ടെ. പോലീസിൻ്റെ അറസ്റ്റ് വാറണ്ട് വന്നേരം അദ്ദേഹം ഒളിവിൽ പോയി. ഒരു നട്ടലും നിലപാടുള്ള നേതാവെങ്കിൽ അദ്ദേഹം പുറത്ത് വന്നിട്ട് സറണ്ടർ ചെയ്യണം. പോലീസ് ചോദ്യം ചെയ്യും, എന്നിട്ടല്ലേ നമ്മൾ ഇതാക്കണം. അങ്ങനെയല്ലേ ഒരു നട്ടലും നിലപാടുള്ള അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഓടി. അപ്പം അത് പാർട്ടിക്ക് വല്ലാണ്ട് പ്രശ്നമാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വല്ലാണ്ട് നമ്മളെ താത്തുന്നുണ്ട് പാർട്ടിനെ. അപ്പോൾ എൻ്റെ ഇതിൽ ഒരു സ്ത്രീയായിട്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സമയമായി. മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ പറഞ്ഞ ആൾക്ക് വലിയ സൈബർ ആക്രമണത്തിൽ ഉണ്ണിത്താൻ അടക്കമുള്ള ആൾക്ക് വലിയ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു സൈബർ ആക്രമണത്തിൻ്റെ പേടിയില്ല. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ട് നമ്മൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തതും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് മറ്റേ കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയതും KPCC പ്രസിഡന്റും പ്രദേശ നേതാവും എടുത്ത ഒരു തീരുമാനമാണ്. നമ്മൾ KPCC പ്രസിഡന്റും പ്രദേശ നേതാവും ഒരു തീരുമാനം എടുത്താൽ എല്ലാവരും അത് പാലിക്കണം. പ്രതികരണങ്ങൾ കണ്ടു. സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, പാർട്ടിയിലെ ഒരു യുവ നേതാവിന്റെ ദുഷ്പ്രവർത്തികളിൽ സ്ത്രീകൾ ഇരകളാക്കപ്പെട്ട് നിൽക്കുമ്പോൾ ആ പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ സ്റ്റാൻഡ് നേതൃത്വം വിലക്കെടുക്കേണ്ടതുണ്ട്. കടുപ്പിക്കുകയാണല്ലേ വനിതാ നേതാക്കൾ? അതെ റോഷ്നി, ഒരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും രണ്ടുമല്ല നിരവധി പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് വലിയ ആരോപണം, ഗുരുതരമായ പരാതി വന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതാ വനിതാ നേതാക്കളെല്ലാം തന്നെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓരോരുത്തരുടെയായി എടുത്തു പറയുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യമായി ഉയരുന്നത്. ഒപ്പം തന്നെ ധാർമ്മികത അനുസരിച്ച് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളൊരു ആവശ്യവും പലയിടത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന് അപകടകരമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു നിമിഷം പോലും ഇയാൾ പാർട്ടിയിൽ തുടരുന്ന
വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇന്ന് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ സമൂഹത്തിന് മോശം ചെയ്യുന്ന ഒരാൾ ഇനി പൊതുരംഗത്ത് തന്നെ ഉണ്ടാകുന്നത് ശരിയാണോ, അത് അപകടകരമായ രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ് ഇന്ന് ബിന്ദു കൃഷ്ണ ആയാലും പ്രതികരിച്ചത്. ഇവരെല്ലാം ഒരുപോലെ പറയുന്നത്, ഇപ്പോൾ നേരത്തെ അല്പസമയം മുമ്പ് ഷമാ മുഹമ്മദ് പറഞ്ഞതുപോലെ ഉടൻ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യമാണ് വനിതാ നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ദീപ്തി മേരി വർഗീസ് സംസാരിച്ചതാകട്ടെ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്ര സംസാരിച്ചതാകട്ടെ, ഇവരെല്ലാം പറയുന്നത് ഉചിതമായ ഒരു തീരുമാനം അത് പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. അത് പാർട്ടി തീരുമാനിക്കും, ഉചിതമായ സമയത്ത് ആ ഉചിതമായ നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിൽ തന്നെ അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വനിതാ നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രതികരണം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയും ചെയ്യുന്നത്. പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കെ രമ പറഞ്ഞതുപോലെ UDF സ്വാഭാവികമായും ഈ മന്ത്രിയിൽ MLA ആയും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികത അനുസരിച്ച് MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്നുള്ള ഒരാവശ്യം കൂടി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെയല്ല, ഇപ്പോൾ വനിതാ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ ഈ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു യുവതി, അത് നേരത്തെ തന്നെ അവർ പ്രതികരിച്ചതാണ്. കൃത്യമായും ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പാർട്ടിയിൽ നിലനിർത്തുന്നത് അത് പാർട്ടിക്ക് തന്നെയാണ് മോശം ചെയ്യുക എന്നുള്ള, മോശമുണ്ടാക്കുക എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് കൃത്യമായി അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വനിതാ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലും നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. റോഷ്നി, എന്തായാലും ഈ വനിതാ നേതാക്കളുടെ സ്ട്രോങ് ആയ ശബ്ദം പാർട്ടി അത്രത്തോളം വിലക്കെടുക്കേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിന്റെ ശബ്ദം നമ്മൾ കേട്ടതാണ്. മുന്നണിക്കകത്ത് നിന്ന് തന്നെ കെ രമ MLA വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൽ തന്നെ വനിതാ നേതാക്കൾ കടുപ്പിക്കുന്നതാണ്, നടപടി ഉണ്ടാകണം എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.